മമ്മൂട്ടിയായിരിക്കുക എന്നതൊഴിച്ചാൽ ശ്രീ മമ്മൂട്ടിക്ക് ഈ പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ല. നമ്മളില്ലേ മൈ ഡിയർ മമ്മൂട്ടി, അങ്ങനെ ഞാൻ കൊച്ചിയിലേക്ക് താമസം മാറി. പഴയതിലും തിരക്കിൽപ്പെട്ട കൊച്ചി, അതിനേക്കാൾ തിരക്കുള്ള മനുഷ്യന്മാര്. എനിക്ക് മാത്രം ഒരു പണിയില്ല. ഗിരിനഗറിലെ 16ാമത്തെ ക്രോസ് റോഡ് കടന്ന് അടുത്ത വളവിലെ വീട്. നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് ഞാൻ. നല്ല താമസം, ഭക്ഷണം, അതിനേക്കാളും കിടിലൻ റൂംമേറ്റ് ഗായത്രി, 5 അടി 6 ഇഞ്ച്. ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുന്ന കണ്ട ആന പിണ്ടോട്ട് പോണ പോലെ തോന്നും. 10,000 പുന്നലുണ്ടെങ്കിൽ എലി ഓട്ടോ പിടിച്ച് എത്തുന്നു പറഞ്ഞ പോലെ എവിടെ നല്ല ഫുഡുണ്ടോ അവിടെയൊക്കെ എത്തും അവള്. ഫുഡുമായിട്ട് എന്തോ ഇമോഷണൽ കണക്ഷൻ ഉണ്ടെന്ന് അവള് പറയുന്നേ. തൊട്ടടുത്ത മുറിയിൽ കുറുനരിയും ഏഞ്ചലും ഒക്കെ ഉണ്ട്. എല്ലാരെയും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇവിടുത്തെ പിള്ളേരൊക്കെ മഹാരാജാസിലാണ് പഠിക്കുന്നേ. ഹോസ്റ്റലിൽ എത്തിയതും കുറു അടങ്ങുന്ന കുറുവാ സംഘത്തിന്റെ വക വിശദമായൊരു റാഗിങ്. ഓഹോ, സംവിധായകയോ? അതെ, സംവിധാനം അറിയാത്ത സംവിധായക. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും മമ്മൂട്ടി. ജനിച്ചോട്ടെ മമ്മൂട്ടി ഫാനാ? ഞങ്ങളും സിനിമാ നടിമാരാ. ഗുരുവായൂർ അമ്പലനടയിലെ ക്ലൈമാക്സിൽ താലി പിടിക്കാൻ ഓടുന്ന ഒരാൾ ഞാനായിരുന്നു. ഉടനെ കുറുവിന്റെ അടുത്ത ചോദ്യം, അല്ല എന്തായിരുന്നു സിനിമയിലെത്താനുള്ള പ്രചോദനം? അതിനാരെത്തിയെന്ന് ഏഞ്ചല്. നാട്ടിൽ ഇത്രയും ജോലി ഉണ്ടായിട്ട് എന്താ എഴുത്ത് തന്നെ തിരഞ്ഞെടുത്തതെന്ന് കുറുനരി. കുഴിമടിയന്മാരായ ബെടുക്കൂസുകൾക്ക് പറ്റിയ പണിയാണ് ഈ സാഹിത്യം എഴുത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ പണി തിരഞ്ഞെടുത്തതെന്നല്ലേ ബഷീർ പറഞ്ഞത്. അത് ഇനി എനിക്കും പറയാനുള്ളൂ. ആ വേഗം പടം ഇട്, എന്നിട്ട് വേണം എൻ്റെ കെയർ ഓഫിൽ ഒരു സംവിധായക ഉണ്ടെന്ന് 4 ആളോട് പറയാൻ. അല്ല, മമ്മൂട്ടിയുടെ എല്ലാ പടങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ സിനിമകളൊന്നും കണ്ടിട്ടില്ല. പലപ്പോഴും കണ്ടത് തന്നെ പിന്നെയും കാണുന്നതാ ശീലം. ഒരേ കടലും കയ്യൊപ്പും പ്രത്യേകിച്ച്. ഒരു കാലത്ത് ദിവസവും കാണുമായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം കൂടെ കാണാൻ ആഗ്രഹിക്കാത്ത സിനിമകളും ഉണ്ട്. തനിയാവർത്തനം, വിഷ്ണു, ജോണി വാക്കർ. എപ്പോൾ ജോണി വാക്കർ കണ്ടാലും അവസാനത്തെ ബൈക്ക് റൈഡിങ് വെച്ച് ഞാൻ നിർത്തും. അയാൾക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് സമാധാനിക്കും. കണ്ണ് കാണാണ്ടായാലും വേറെ ആരും നോക്കിയില്ലെങ്കിലും കുട്ടപ്പായി നോക്കുമല്ലോ. അവൻ്റെ അടുത്തൊന്ന് എത്തിക്കിട്ടിയാൽ മതി. ഇപ്പോഴും അയാൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, അതറിഞ്ഞൂടെ? അവസാനം മമ്മൂട്ടി ബൈക്കും കൊണ്ട് കൊക്കയിൽ വീണ് മരിക്കും. തൊലച്ചു. സത്യം മമ്മൂട്ടി, ബാക്കി നടന്മാരെ പോലെ ഒന്നുമല്ല. നിങ്ങളെ ശബ്ദം ഇടറിയാൽ സഹിക്കാൻ പറ്റില്ല. അച്ഛൻ കരയുമ്പോൾ ചങ്കിൽ ഒരു പിടുത്തം ഫീൽ ചെയ്യില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ശബ്ദം ഇടറുമ്പോൾ എൻ്റെ തൊണ്ടയിൽ ഒരു കടച്ചിൽ വരും. ഈ ഇടയ്ക്കെപ്പോഴോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്ന് വീഴാൻ പോയില്ലേ? ഞാൻ നിന്ന നിപ്പിൽ ഉരുക്കിപ്പോയി. പണ്ട് അച്ഛൻ വീഴാൻ പോയപ്പോൾ ബലത്തിന് വേണ്ടി എന്നെ പിടിച്ചതും ഞാൻ പേടിച്ച് ഫ്രീസായി പോയതും ഒക്കെ ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? കണ്ണിൻ്റെ മുമ്പിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് വെക്കാം. ഇത്ര ദൂരത്തുനിന്ന് ഇതൊക്കെ കാണുമ്പോൾ ടെൻഷൻ ആവൂലേ മനുഷ്യന്? പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ട് ഒരാളുടെ ചിരിയും മുഖം ഒച്ചയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം അയാൾ ആകാശത്തോളം സ്നേഹിക്കപ്പെടാന്ന് വെച്ചാ ഭയങ്കര ഭാഗ്യാട്ടോ. മമ്മൂട്ടി ആയിരിക്കാന്ന് പറയുന്നത് ഒരു രസമുള്ള പരിപാടിയല്ലേ? പറ മമ്മൂട്ടിയായിട്ട് എങ്ങനെയുണ്ട്? പക്ഷെ ചിലപ്പോൾ ഞാൻ ആലോചിക്കും, മമ്മൂട്ടി ആവുന്നത് എന്തൊരു പാടാന്ന്. ചീത്ത പറയാൻ ഒരാളില്ല, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു ഉപദേശിക്കാൻ ആരും വരില്ല. എന്തൊരു ബോർ ലൈഫാ അത്. മനുഷ്യനാകുമ്പോൾ ഒന്ന് വില്ലേജ് ഓഫീസിൽ പോകണം, വില്ലേജ് ഓഫീസറുടെ ചീത്ത കേൾക്കണം, അക്ഷയെ പോയി അവിടുത്തെ പെണ്ണുങ്ങളുടെ ഡമ്പ് കാണണം. ഇതിപ്പോൾ എല്ലാവരും സാറേന്ന് വിളിക്കുക, കാണുമ്പോഴേക്ക് എഴുന്നേറ്റ് നിൽക്കുക. അവനവൻ്റെ റേഞ്ചിനുള്ള ഒരാളോട് മിണ്ടാനും പറയാനും ഏത് മനുഷ്യനും ഒരാഗ്രഹം കാണൂല്ലേ? നിങ്ങൾ പടച്ചോൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പടച്ചോൻ്റെ ഈ ചായ കുടിച്ചോന്ന് ചോദിക്കാൻ ഒരാളും ഇല്ല. നിങ്ങൾ മഹാരാജാസിൽ വന്നിരുന്നു അല്ലേ? കുറു പറയുന്നുണ്ടായിരുന്നു കാണാൻ വെണ്ണക്കട്ടി പോലെ എന്നൊക്കെ. വരാന്തേന്നൊന്ന് തിരിഞ്ഞു നിന്നതും ഓർക്കാപ്പുറത്ത് മമ്മൂട്ടി വന്ന് മുഖത്തോട് മുഖമായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടായി. മമ്മൂട്ടി അവളോട് ചിരിച്ചു, ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. ഹോ, അവളുമാരുടെ മമ്മൂട്ടി തള്ളു കേട്ട് ഞാൻ മടുത്തു. എനിക്കെന്തിനാ അവരുടെ അസൂയ?
എൻ്റെ ആളെ പറ്റി ആരെങ്കിലും നല്ല പറഞ്ഞാൽ എനിക്ക് അഭിമാനമല്ലേ? കുറി ചോദിക്കുക, മമ്മൂട്ടിയെ കണ്ടാൽ നിങ്ങൾ എന്താ ചോദിക്കാന്ന്. എന്ത് ചോദിക്കാൻ? സുഖാണോന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ മമ്മൂട്ടിയായെന്ന് ചോദിക്കും. അപ്പം മൂപ്പര് പറയും അതൊരു വലിയ കഥയാടോന്ന്. കഥ കേൾക്കാനൊന്നും നേരില്ലാത്തതുകൊണ്ട് ഞാനിങ്ങ് പോരും. ഹോസ്റ്റലിൽ വന്നപ്പോൾ എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്ത ഒരു സംഗതിയുണ്ട്. തൊട്ടുമുറിയിലെ ഹർഷില്ലേ, എഴുത്തുകാരിയാ. മഹാരാജാസിലെ MA ഫിലോസഫി ചെയ്യുക. 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. കുറുനരിയോട് ഞാൻ എൻ്റെ മമ്മൂട്ടി പ്രേമം പറയുന്നത് കേട്ട് ഓൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ഓളുടെ ഉമ്മയ്ക്ക് അൽഷിമേഴ്സ് ആട്ടോ. സ്വന്തം മോളുടെ പേര് ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഹർഷിയെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. അവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരും മറന്നുപോയി. പക്ഷെ TV യിൽ മമ്മൂട്ടിയെ കണ്ട തപ്പി തടഞ്ഞു മമ്മൂട്ടി എന്ന് പറയുമെന്ന്. എല്ലാവരും മറന്നിട്ടും ഓരിങ്ങളെ മാത്രം മറന്നിട്ടില്ല. നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളും രസമുണ്ട് വേറെ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ. വന്നിട്ട് ഇത്ര ദിവസമായിട്ട് ഇപ്പോഴാണോ കുരുപ്പ എന്നോട് ഇതൊക്കെ പറയുന്നതെന്ന് കണ്ണുരുട്ടണ്ട. സോപ്പ്, ചീപ്പ്, കണ്ണാടി തൊട്ട് സാധനങ്ങൾ വാങ്ങണം, പേന, പുസ്തകം എന്നിങ്ങനെ എല്ലാ സാധനവും ഒതുക്കി വെക്കണം. പിന്നെ എല്ലാരെയും പരിചയപ്പെടല് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ വിസ്തരിച്ച് എഴുതാൻ. കുൽസിതങ്ങളൊക്കെ കണ്ടു നടക്കുക, പാട്ടും പാടി റോട്ടിൽ കൂടെ പോവുക, തോന്നുമ്പോൾ കാപ്പി ഇട്ട് കുടിക്കുക, കട്ടൻ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി തിന്നുക, മാഗി വെള്ളത്തിലിട്ട് പുഴുങ്ങി മസാലയിട്ട് തിന്നുക, അമ്പലത്തിൽ പോവുക, മടങ്ങുമ്പോൾ ഹോർലിക്സും ചിക്കൻ റോളും പോയി തിന്നുക. ഇതൊക്കെയാണ് കൊച്ചിയിലെ ഞങ്ങളുടെ പ്രധാന കുൽസിതങ്ങള്. പരിചയപ്പെട്ടിട്ട് 3-4 ദിവസം ആയിട്ടേ ഉള്ളൂ. എന്നാലും കുട്ടപ്പയ്യനെ പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഗായത്രിക്ക് തന്നെ തീരുമാനിക്കണം. ഒരു കാര്യം തീർച്ചയാ, തെണ്ടി തിരിയാൻ അവളെക്കാളും നല്ലൊരു കൂട്ട് വേറെ ഒരിടത്തും കിട്ടൂല. വൈകുന്നേരത്തെ സവാരിയില് ഒറ്റ വീർപ്പിന് ഞാൻ എൻ്റെ ഏതാണ്ട് കഥയൊക്കെ പറഞ്ഞപ്പോ ഓള് ചോദിക്കുക, അതെ അണ്ണന് മാത്രം എവിടുന്നാ ഇത്രയും മാഷുമാര്? അണ്ണന്റെ ജീവിതത്തിൽ മാഷുമാര് മാത്രമേ ഉള്ളൂ. സിദ്ധാർത്ഥ മാഷ്, മിഥുൻ മാഷ്, ഗംഗാരം മാഷ്. ഞങ്ങൾ ഇന്നലെ പെരുമഴയത്ത് സെൻട്രൽ പാർക്കിൽ പോയി. ഹോസ്റ്റലിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ നടന്ന് 8ാമത്തെ ക്രോസ് റോഡിലേക്ക് തെറ്റി ഒരു പിടുത്തം പിടിച്ച നേരെ കയറി ചെല്ലുന്നത് മമ്മൂട്ടി പാലത്തിലേക്കാ. പാലത്തിന്റെ പേര് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് എക്സൈറ്റഡ് ആയി. ഞാൻ അവിടെ കുറേ നേരം മഴ കൊണ്ട് നിന്നു. പനി വന്നാൽ ഡോക്ടറെ കാണിക്കാനുള്ള പൈസ തരണം കേട്ടോ. മമ്മൂട്ടി പാലേ ഒരു മനുഷ്യന് സ്വന്തം പേരിലൊരു പാലം, ഒരു സിനിമാ കമ്പനി, കോട്ടക്കണക്കിന് ഫാൻസ്. ചില്ലറ മുതലൊന്നും അല്ല. കൊച്ചി എനിക്ക് പുതിയതല്ലെങ്കിലും സെറ്റ് ആവാനൊരു പാടുള്ള പോലെ. പിന്നെ വിളിച്ചാ കേൾക്കുന്നിടത്ത് വസിയമുള്ളതൊരു സമാധാനാ. പിന്നെന്തേലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുണ്ടല്ലോ. എനിക്കൊരാവശ്യം വന്നാ നിങ്ങളോടി വരൂല? അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് മമ്മൂട്ടി പാലത്തിന്റെ മേലെ കൂടെ നടന്നു വരുമ്പോ എന്നെ ഒരു സ്കൂട്ടർ തട്ടാൻ വന്നു. മമ്മൂട്ടി കിടക്കാൻ നേരത്ത് ഗായി ചോദിക്കുക, എന്നാൽ എന്താ അയാളെ ഇത്രയ്ക്ക് ഇഷ്ടമെന്ന്. എന്ത് പറയണമെന്ന് എനിക്കും അറിഞ്ഞൂടായിരുന്നു. അല്ലേലും ഒരാളെ സ്നേഹിക്കുന്നതിന് എന്ത് കാരണം നമ്മൾ ബോധിപ്പിക്കുക? മമ്മൂട്ടി, എനിക്ക് കുറേ പറയാനുണ്ട്. എന്നെ ഒരു പരിചയമില്ലാത്ത, എന്നെക്കുറിച്ച് മുൻവിധികളൊന്നുമില്ലാത്ത, എന്നെ തിരഞ്ഞിറങ്ങാത്ത ഒരു മനുഷ്യനോട് എനിക്ക് കുറേ പറയാനുണ്ട്. ഉള്ളിലെ ആളലുകളെല്ലാം കെടുത്തിക്കളഞ്ഞ് ഭാരിച്ച ചിന്തകളില്ലാതെ, ഭാവിയെക്കുറിച്ചുള്ള യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ എന്നായിരിക്കും എനിക്ക് ഒറ്റയ്ക്കൊരു യാത്ര പോകാൻ പറ്റുക? പ്രിയപ്പെട്ട മമ്മൂട്ടി, ആ യാത്രയിൽ ഞാൻ നിങ്ങളെ മാത്രം ഓർക്കും. മറ്റെല്ലാരെയും മറന്നു കളഞ്ഞ് നിങ്ങളെ മാത്രം പ്രേമിക്കും. നിങ്ങളുടെ സിനിമകൾ മാത്രം കാണും. കണ്ടുമുട്ടുന്ന മനുഷ്യരോടൊക്കെ ഞാനൊരു ചെറുപ്പക്കാരനുമായി പ്രേമത്തിലാണെന്നും അയാളുടെ പേര് മമ്മൂട്ടി എന്നാണെന്നും അയാളെപ്പോലൊരു സുന്ദരനെ ഞാൻ ഭൂമിയിൽ ഒരിടത്തും കണ്ടിട്ടില്ലെന്നും പറയും. പ്രിയപ്പെട്ട മമ്മൂട്ടി, നിങ്ങളുടെ മുഖം ഓർക്കുമ്പോൾ കുറേ കാലം കൂടി ജീവിക്കാൻ തോന്നുന്നു.